നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് ഭദ്രകാളിയുടെ മൂലമന്ത്രത്തിന്റെ ഒരു മന്ത്രാന്തരമാണ്. പലരും കമന്റുകളിൽ ചോദിച്ചിരുന്നു ഭദ്രകാളിയുടെ മന്ത്രം ജപിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ മൂലമന്ത്രങ്ങളുടെ വ്യത്യാസങ്ങളെക്കുറിച്ചും. ഭദ്രകാളിക്ക് പൊതുവെ 2 മൂലമന്ത്രങ്ങളാണ് ഉള്ളത്. അതിന്റെ രണ്ടിനും 2 ധ്യാന ശ്ലോകമാണ്. കാളിയും മേഘസമപ്രഭാവം എന്നുള്ള വേതാളത്തിന്റെ പുറത്തിരിക്കുന്ന കാളിയുടെ മന്ത്രമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇന്ന് രണ്ടാമത്തെ ധ്യാന ശ്ലോകവും രണ്ടാമത്തെ മന്ത്രാന്തരമായ മൂലമന്ത്രവുമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ പലരും കമന്റിൽ ചോദിച്ചിരുന്നു കാളിയുടെ ഭദ്രകാളിയുടെ ഇത് ജപിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഗായത്രി മന്ത്രങ്ങൾ ജപിച്ച് ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നെ കാളി പ്രചോദയാത് എന്നുള്ള മന്ത്രം ജപിച്ച് ബലം വരുത്തി ഭദ്രകാളിയുടെ പ്രതിഷ്ഠയായി തന്നെയുള്ള ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് മൂലമന്ത്രം കുറച്ച് ജപിച്ച് 1008 വരെ പോകുന്നതിൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. അത് നമ്മളോട് മന്ത്രം ജപിക്കരുത് എന്ന് പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുന്ന പല ആൾക്കാരുകളും കാണും. എങ്കിലും ഇത് ഭദ്രകാളിയെ അമ്മയായി കണ്ട്, കാരണം പല കുടുംബങ്ങളുടെയും കേരളത്തിൽ നമ്മളുടെ DNA അടങ്ങിയ ഒരു മൂർത്തിയാണ് ഭദ്രകാളി. എങ്ങനെയെങ്കിലും അച്ഛൻ വഴിയോ അമ്മ വഴിയോ നമുക്ക് കാളിയുമായി നല്ലൊരു ബന്ധം കേരളത്തിലെ ഉള്ള എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ധൈര്യമായി അമ്മയെ ഭജിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ മന്ത്രവും നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. മൂലമന്ത്ര മന്ത്രാന്തരം. ആദ്യം തന്നെ ഋഷി ഛന്ദസ് ദേവത ഭദ്രകാളിയുടെ. ഈശ ഋഷി പങ്ക്തിച്ഛന്ദ ശക്തി ഭൈരവീ ദേവത. ധ്യാനം. അഞ്ജനാചലനിഭാത്രിലോചനാ സേന്ദു ഖട്ട് വിലസത്കപർദ്ധിക ഹാരനൂപുര മഹാർഹ കുണ്ഠലാ തുജ്വല കൃഷ്ണരഞ്ജിതസ്തനാ രക്തപട്ടപരിദായിനീ ചതുശ്ചാരു ദംഷ്ട്രപരിശോഭിതാനന പ്രേതാരൂഢ ഗുണസത്കപാലിനി ഖഡ്ഗചർമ്മ ധൃതിഹ സ്തു ഭൈരവീ. ഇങ്ങനെയാണ് ധ്യാനം. അതായത് അഞ്ജനം, കൺമഷിയുടെ നിറമുള്ളവളും 3 കണ്ണുകളും ഉള്ള ഭൈരവീ ദേവിയെയാണ് സങ്കല്പിക്കുന്നത്. അതുപോലെ സിന്ദൂരത്തിന്റെ തിളക്കവും ചുവന്ന വസ്ത്രം ധരിച്ചതും കുങ്കുമം ലേപിതമായതും 4 ദംഷ്ട്രകളും ഉള്ളതും പ്രേതത്തെ വാഹനമായി ഖഡ്ഗം, വാള് തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച ഭൈരവീ ദേവിയെ സ്മരിക്കുന്നു എന്നാണ് ധ്യാനശ്ലോകത്തിന്റെ അർത്ഥം. ഇനിയും മൂലമന്ത്രം. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാള്യൈ നമ. അത് ഐം ക്ലീം സൗ എന്നുള്ളത് അത് ബാലാമന്ത്രമാണ്, ബാലാബീജമന്ത്രമാണ്. അത് ക്രോഡീകരിച്ച് ഭദ്രകാളി മന്ത്രവുമായി ചെയ്താണ് ഈ ശക്തി ഭൈരവിയെ പല ക്ഷേത്രങ്ങളിലും ഇത് മാന്ത്രികരും ഈ മൂലമന്ത്രം ജപിച്ച് സിദ്ധി തേടുന്നുണ്ട്. അത് ഐം ക്ലീം സൗ എപ്പോഴും ബാലയുടെ മന്ത്രമാണ്. ബാക്കി ഹ്രീം ഭദ്രകാള്യൈ നമ എന്നുള്ളത് ഭദ്രകാളിയെയും കൂടി സങ്കല്പിച്ച് അങ്ങനെയാണ് ഈ മന്ത്രത്തിന്റെ മന്ത്രാന്തരം വിവരിച്ചിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധി നേടുവാൻ കാളിയുടെ അതേ പ്രയോഗങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഒന്നുകൂടെ പറയുന്നു, ചെമ്പരത്തി പുഷ്പം ആണ് കാളിക്ക് ഹോമിക്കേണ്ടത്. അങ്ങനെയാണ് സിദ്ധി വരുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം പരമശിവൻ പറഞ്ഞത് പറയുന്നു. അസൃജാ മഹിഷാദീനാം കാളികാം യസ്തു ദർപ്പേത് തസ്യ സൃജിരാദേവകരസ്ഥാ സർവസിദ്ധയ എന്നാണ് പ്രമാണം. അതായത് പോത്ത് മുതലായ ജന്തുക്കളുടെ രക്തം കൊണ്ട് മന്ത്രം ജപിച്ച് കാളിക്ക് തർപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാ സകല സിദ്ധികളും അവന് ക്ഷണത്തിൽ ലഭിക്കുന്നതാണ് എന്നും പരമശിവൻ അരുൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രയോഗം കൂടിയാണ് കാളിയെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നത്. ഇത് ഭദ്രകാളി തന്നെയാണ്, അതായത് ദാരികജിത്തിലുള്ള വിധാനമാണ്. ഇനി കാളികാ മന്ത്രങ്ങൾ, അതായത് ദക്ഷിണാകാളികളുടെ മന്ത്രം വേറെ പറയുന്നതാണ്. നമസ്കാരം.